പി ബി അൻവർ ചേരുന്നു. ശ്രീ അൻവർ, താങ്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് എന്നാണ് അജിത് കുമാറിന്റെ മൊഴിപ്പകർപ്പിലുള്ളത്. അങ്ങനെയുണ്ടായിരുന്നു? നേരിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. എന്തായിരുന്നു സംസാരത്തിൽ? അല്ല, സംസാരിച്ചത് അതിലൊരു ചെറിയ തെറ്റിദ്ധാരണ നടക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം, അതായത് SIT എടവണ്ണ റിദാൻ ബാസിൽ കേസ്, മാമി കേസ്, സ്വർണ്ണ തട്ടിപ്പ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, പോലീസിന്റെ ക്യാമ്പ് ഓഫീസിലെ മരമുറി, ഇത് ബന്ധപ്പെട്ടാണല്ലോ ഞാൻ പരാതി കൊടുക്കുന്നത്. ആ പരാതിക്ക് ശേഷമല്ല ഞാൻ ഈ ഹേറ്റ് യൂട്യൂബേഴ്സുമായിട്ടുള്ള സമരം ആരംഭിക്കുകയും ഈ പറയുന്ന സാജൻ സക്കറിക്കെതിരെ നിരവധിയായ പരാതികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലരും പരാതി നൽകി, പോലീസ് ചിലതൊക്കെ FIR ഇട്ട് ഇതിന്റെ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ 2 പോലീസ് കമ്മീഷണർമാരുടെ, കൊച്ചി പോലീസ് കമ്മീഷണറുടെയും കാലിക്കറ്റ് പോലീസ് കമ്മീഷണറുടെയും 2 വയർലെസ് മെസ്സേജുകൾ സാജൻ സക്കറിയ ചോർത്തിയെടുത്ത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് വഴി പ്രക്ഷേപണം ചെയ്യുന്നത്. ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള രാജ്യദ്രോഹ കുറ്റമാണ്. ഈ വീഡിയോ ഞങ്ങളെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഞാൻ വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോയി ഈ വീഡിയോ കാണിക്കുകയും ഒരു പരാതി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. ആ കൊടുത്തതിന് ശേഷം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് അജിത് കുമാർ എന്നെ മീറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിലുണ്ടായിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? അത് അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ ആവാം. ഐ ഡോണ്ട് നോ ദാറ്റ്. ഞാൻ മുഖ്യമന്ത്രിക്കാണല്ലോ പരാതി കൊടുത്തത്. ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണല്ലോ. ഒരു പക്ഷേ ഇതിൽ ഈ സംശയം ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അജിത് കുമാറിന്റെ മൊഴിയിലുണ്ട്. ഏതിന്റെ സംശയം? അതായത് താങ്കളുമായി സംസാരിച്ച് സംശയങ്ങളല്ല ഈ വിഷയങ്ങളിൽ, ഫ്ലാറ്റ് വാങ്ങൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, ഇതിലൊക്കെയുള്ള അഴിമതി നടത്തിയില്ല. അന്ന് സ്വർണ്ണക്കടത്ത് വരുന്നില്ല. അന്ന് ഈ വിഷയം മാത്രമേ ഉള്ളൂ. സ്വർണ്ണക്കടത്ത് വരുന്നത് എപ്പോഴാണ്? സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നതും ഈ കള്ളക്കടത്ത് കൊണ്ടുവരുന്ന കാരിയർമാരുമായി ഞാൻ ബന്ധപ്പെടുന്നതൊക്കെ അജിത് കുമാറുമായി പൂർണ്ണമായി ഞാൻ അകന്നതിന് ശേഷമാണ്. ഞാൻ അകലാനുണ്ടായ കാരണം എന്താണ്? ഈ വിഷയം തന്നെയാണ്. ഈ അനുനയ ചർച്ചയിൽ നമ്മൾക്കൊരു ഞെട്ടലുണ്ട്. കാരണം ഇത്രയധികം താങ്കളുമായി സംസാരിച്ചിട്ടുണ്ട്, താങ്കൾ ഇത്രയധികം വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അജിത് കുമാറുമായി ഒരു അനുനയ ചർച്ച നടത്തി എന്ന് താങ്കൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് അതിന്റെ മുമ്പാണ്. അതല്ലേ ഞാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ പരാതി എങ്കിൽ പോലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ PS-മായി ബന്ധപ്പെട്ടും ഉൾപ്പെടെ താങ്കൾ നടത്തിയ ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പോഴൊന്നും ഇത്തരത്തിലൊരു അനുനയത്തിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചുവെന്ന് താങ്കൾ പറഞ്ഞു. എന്ന വാക്കതിന് യോജിക്കില്ല. സാജൻ സക്കറിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹേറ്റ് പ്രക്ഷേപണങ്ങള്, ഈ പറയുന്ന വയർലെസ് മെസ്സേജ്, ഈ വിഷയത്തില് അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നത്. അന്ന് ഇദ്ദേഹം ഒളിവിലാണ്. അപ്പൊ ഇദ്ദേഹത്തിന് പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതായിരുന്നു അജിത് കുമാറിന്റെ ഭാഷ്യം. അതുകൊണ്ട് MLA കൂടി ഇതിനെ സഹായിക്കണം, ഇതിനെ കണ്ടെത്തണം, എവിടെയെന്ന് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ ഡിസ്കഷന്. അതാ പറഞ്ഞത്, അത്തരത്തിലൊരു ചർച്ചയെ കുറിച്ച് താങ്കൾ എവിടെയും പറയാതെ പോയത്. അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നിട്ടില്ല. നമ്മൾ തമ്മിൽ ആര് തമ്മിലും അങ്ങനെ ഡിസ്കഷൻ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹം കള്ളനാണെന്നും ഇദ്ദേഹം ഒരു തല്ലിപ്പൊളിയാണെന്നും ഇതുപോലെയുള്ള എന്താ പറയാ രാജ്യദ്രോഹികളെ സഹായിക്കുന്നവനാണ് എന്നും എനിക്ക് ബോധ്യപ്പെടുന്ന സമയത്തിന് ശേഷമാണ്. അതിന്റെ മുമ്പേ കേൾക്കാം അങ്ങനെ ഈ പറയുന്ന റിദാൻ ബാസിൽ കേസ്, മാമി കേസൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയാ നമ്പർ 1 ഫ്രോഡാണ് എന്ന് ബോധ്യപ്പെടുന്നതോട് കൂടിയിട്ടാണ് പിന്നീട് ചില അന്വേഷണങ്ങൾ ഞാൻ നടത്തുന്നത്. ആ ബോധ്യപ്പെടലും അജിത് കുമാറിനെ പോലെ ഒരാളുമായി ചർച്ച നടത്തി എന്ന ആ ബോധ്യപ്പെടലിൽ പോലും താങ്കൾക്ക് പറയാൻ തോന്നിയിരുന്നില്ലേ? ഇല്ലെങ്കിൽ ആ രീതിയിൽ താങ്കളെ എന്നെ സ്വാധീനിച്ചിട്ടില്ല, സ്വാധീനിക്കാൻ വന്നിട്ടില്ല. അദ്ദേഹം ഈ പറയുന്ന ഞാൻ കൊടുത്ത ഈ പരാതിയുടെ വസ്തുതയും ഇവനെ കണ്ടെത്താനുള്ള സഹായം വേണം, പോലീസ് നടപടികൾ സ്ലോ ആണ് എന്നൊരു പരാതി എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് അന്ന് അദ്ദേഹം ശ്രമിച്ചത്. അത് കഴിഞ്ഞൊരു 5 മാസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഈ പരാതി ഈ കൊടുക്കുന്നതും SIT-യെ രൂപീകരിക്കുന്നതൊക്കെ. അതാണ് അതിന്റെ വസ്തുത. നമ്മൾ കൊടുത്ത അവസാനത്തെ പരാതി SIT അന്വേഷിച്ച പരാതിയുമായി ബന്ധപ്പെട്ടതല്ല ഇത്. മനസ്സിലായി.
ഓക്കെ. ഈ കെട്ടിടത്തിന്റെ കാര്യത്തിലേക്ക്, ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പി ശശിയെ ഉൾപ്പെടെ താങ്കൾ ആ സമയത്ത് ഹർജിക്കാരൻ ഉൾപ്പെടെ അതിൽ സംശയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പം ഇതിനായിട്ട് മുഖ്യമന്ത്രിയുടെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി വഴിവിട്ട് സഹായിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ അഴിമതി നടത്തിയിട്ടില്ല എന്ന് ക്ലീൻ ചിറ്റ് നൽകുകയും പക്ഷേ അതല്ല സംഭവിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന പലതരം തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അജിത് കുമാർ വിജിലൻസ് ഇപ്പോൾ ഇത്തരത്തിലൊരു അനുനയ ചർച്ച എന്ന് പറയരുതെന്ന് താങ്കൾ പറഞ്ഞു. എങ്കിൽ പോലും ആ ഒരു ചർച്ച എന്നതിലേക്ക് എത്തിയിട്ടില്ല, അതായത് നടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ യാതൊന്നും ഒരു ഘട്ടത്തിലും താങ്കൾ ഉന്നയിക്കാത്തത് സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടില്ലേ? ഇല്ല, അതുമായി നിങ്ങൾക്ക് മനസ്സിലാവാത്തത് രണ്ടും രണ്ടാണ്. അന്ന് ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ടാണ് ഇതിനെതിരെ നമ്മൾ പോരാടുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ സാജൻ സക്രിയയുടെ ഈ കേസില് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66F അട്രാക്ട് ചെയ്യുന്ന കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആ കുറ്റം ആ FIR-ൽ സെക്ഷൻ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. അത് 66F ചേർക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ഡൽഹിയിൽ വെച്ച് ഇതേ ഒരു സീനിയർ വക്കീലിനെ കാണാൻ പോകുന്ന ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ട് സാജൻ സക്രിയ കൃത്യമായ വിവരം ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അവിടെ ആ വക്കീലിനെ കാണുന്നു, അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. ആ സമയത്ത് എന്നോട് അജിത് കുമാർ പറയുന്നത് പോലീസ് ഓഫീസർമാര് അവിടെ മഫ്റ്റിയിലുണ്ട്, അദ്ദേഹം അങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ്. എന്നാൽ എനിക്ക് ഇൻഫോം ചെയ്ത വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട് അപ്പുറത്തൊരു വാഹനത്തില്. ആ വ്യക്തി പറയുന്നത് സാജൻ സക്രിയ വക്കീലിന്റെ ഓഫീസിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്നു. അജിത് കുമാർ ഇപ്പുറത്തുനിന്ന് എന്നോട് വിളിക്കുമ്പോൾ പറയുന്നു അദ്ദേഹം വന്നിട്ടില്ല, മഫ്റ്റിയിൽ പോലീസുകാരുണ്ടെന്ന്. ഇൻഫോം ചെയ്ത വ്യക്തി പറയുന്നു അവിടെ ഒരു പോലീസും വന്നിട്ടില്ല, ഒരു വ്യക്തി പരിസരത്തില്ല. ഇങ്ങനെ മൊഴി നൽകുന്നതിലൂടെ എന്ത് മൂവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്? ആര്? അജിത് കുമാറാ? അജിത് കുമാറും സർക്കാരും? അല്ല, അജിത് കുമാർ സർക്കാർ വളരെ ക്ലിയർ അല്ലേ. സർക്കാർ സഹായിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. ഈ പറയുന്ന ഈ തല്ലിപ്പൊളിയെ ഇപ്പോഴും എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ താങ്ങി നടക്കുന്നത്? ആർക്കാ ഇത് മനസ്സിലാവാത്തത്? ഈ പറയുന്ന പി ശശിയും അജിത് കുമാറും തമ്മിലുള്ള ഇമ്മോറൽ ബിസിനസിന്റെ ഭാഗം തന്നെയല്ലേ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇറ്റ് ഈസ് വെരി ക്ലിയർ, എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പറഞ്ഞ കാര്യങ്ങളാണ് കോടതിക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തിൽ ഞാൻ കൊടുത്ത രേഖകളെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് കോടതി അത് തള്ളിയത്. ഈ ഗ്രീവിയൻസ് നിലനിൽക്കും എന്ന് പറയുന്ന 30-ാം തീയതി ഡയറക്റ്റ് കോടതി മൊഴിയെടുക്കാണ് നാഗരേഷൻ വക്കീലിന്റെ. ഇതാണ് ഇതിന്റെ വസ്തുത. അത്തരത്തിൽ കോടതി നേരിട്ട് ആ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. മൊഴിയെടുക്കലും 30-ാം തീയതി ഉണ്ടെന്ന് അഡ്വക്കേറ്റ് നാഗരാജ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. നന്ദി ശ്രീ PV അൻവർ പ്രതികരിച്ചതിന്.